നിങ്ങളെല്ലാവരും ക്വാണ്ടം സെഞ്ചുറി എക്സിബിഷൻ കാണാനായിട്ടാണ് വന്നതെന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഈ എക്സിബിഷൻ കാണാൻ വന്ന സമയത്ത് ഇവിടെ പല സ്ഥലങ്ങളിൽ ഒരു പൂച്ച തീമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്ര പേർക്ക് പൂച്ചയ്ക്ക് ക്വാണ്ടം ഫിസിക്സിലുള്ള റോളിനെ കുറിച്ച് ക്ലിയർ ആണ്? പൂച്ച ഇവിടെ എന്താണ് ചെയ്യുന്നത്? ക്വാണ്ടം ഫിസിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം സെഞ്ചുറിയുമായിട്ട് പൂച്ചയ്ക്കുള്ള ബന്ധം എന്താണ്? അപ്പോൾ നമ്മളിന്ന് ആ പൂച്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പൂച്ചയുടെ പ്രേതം, ദ ഗോസ്റ്റ് ഓഫ് ക്വാണ്ടം ക്യാറ്റ്. ഇതിലൂടെ ക്വാണ്ടം ഫിസിക്സ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൽ ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്. അതിനെ ഡീമിസ്റ്റിഫൈ ചെയ്യാനുള്ള ശ്രമമാണ്. വളരെ ചെറിയ ചുരുക്കത്തിൽ അത് ചെയ്യാനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒരു നൂറ്റാണ്ട്, 1 സെഞ്ചുറി, അതാണ് 2025 നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. ഇതിപ്പോൾ 2026 കടന്നു. ക്വാണ്ടം സെഞ്ചുറി എക്സിബിഷൻ തുടങ്ങുന്നത് 2025 അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ അവസാന അധ്യായമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഗവൺമെൻറ് വിമൻസ് കോളേജിൽ നടക്കുന്നത്. 1925 വെർണർ ഹൈസൻബർഗ് എന്ന് പറയുന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ, ഫിസിസിസ്റ്റിൻ്റെ, അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുക്കുന്നത് ഫോർ ക്രിയേറ്റിംഗ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം ഫിസിക്സ് ഉണ്ടാക്കിയതായിട്ട് ഉള്ളൊരു ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത് വെർണർ ഹൈസൻബർഗിനാണ്. വേറെ ഒരുപാട് പേര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിൽ പല ആളുകൾ ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ക്വാണ്ടം ഭൗതികം ഇന്ന് കാണുന്ന നമ്മുടെ മോഡേൺ ഗാഡ്ജറ്റ്സിൻ്റെ ഫോമിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ക്വാണ്ടം ഫിസിക്സ് കൂടി ചേർന്ന ഫിസിക്സിനെ പൊതുവിൽ ഫിസിക്സുകാർ വിളിക്കുന്നത് മോഡേൺ ഫിസിക്സ് എന്നാണ്. രണ്ടാമത്തെ കുട്ടി ജനിക്കുമ്പോഴാണല്ലോ മറ്റേ ആൾ മൂത്ത കുട്ടിയാണ്. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഒറ്റ കുട്ടിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളാരും മൂത്ത കുട്ടി എന്ന് വിളിക്കില്ല. രണ്ടാമത് ആളുണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ മൂത്ത കുട്ടിയാവും. അപ്പം അതുപോലെ ക്വാണ്ടം ഭൗതികം ഉണ്ടായപ്പോൾ അത് മോഡേൺ ഫിസിക്സ് ആയി. അതുവരെ ഫിസിക്സേ ഉണ്ടായിരുന്നു. അപ്പോൾ മോഡേൺ ഫിസിക്സ് ഉണ്ടായതിനു ശേഷമുള്ള ചരിത്രം നമ്മൾ നോക്കിയാൽ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഫിസിക്സിനെ നമ്മൾ ഇന്ന് വിളിക്കുന്നത് ക്ലാസിക്കൽ ഫിസിക്സ് എന്നാണ്. അപ്പോൾ ആ ക്ലാസിക്കൽ ഫിസിക്സിൽ നിന്നും മോഡേൺ ഫിസിക്സിലേക്ക് വരുമ്പോൾ ഈ ക്വാണ്ടം ഫിസിക്സ് ആണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് ആണ് അതിനെ മോഡേൺ ആക്കുന്നത്. നാട്ടുകാരെല്ലാം അറിയട്ടെ, ഞങ്ങൾ മോഡേൺ ആണ് എന്നൊരു പ്രയോഗമുണ്ട് പഴയ പരസ്യത്തിൽ. അപ്പോൾ ഫിസിക്സിനെ മോഡേൺ ആക്കിയ ആളാണ്, ആക്കിയ ഘടകമാണ് ക്വാണ്ടം ഫിസിക്സ്. അപ്പോൾ അതിന് മുമ്പുള്ള ഫിസിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ പൊതുവിൽ ഫിസിക്സുകാർ വിളിക്കുന്നത് ഡിറ്റർമിനിസ്റ്റിക് ആയിരുന്നു എന്നാണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് ഡിറ്റർമിനിസ്റ്റിക് ആയിരുന്നു. അതിൻ്റെ തലതൊട്ടപ്പനായിട്ട് പൊതുവെ നമ്മൾ കണക്കാക്കുന്നത് ഐസക് ന്യൂട്ടനെയാണ്. അതുകൊണ്ട് ന്യൂട്ടോണിയൻ ഫിസിക്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത അത് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു സാധനമുണ്ട്, ഇതിനിപ്പോൾ ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്, അതിപ്പോൾ എത്ര വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസും ഒക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് അറിവുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അത് എവിടെ ആയിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ക്ലാസിക്കൽ ഫിസിക്സിലെ ഇക്വേഷൻസ് നമ്മൾ സ്കൂളിലേക്ക് പഠിക്കുന്ന ലോസ് ഓഫ് മോഷനും ഇക്വേഷൻസ് ഓഫ് മോഷനും, U = അല്ലെങ്കിൽ V = U + AT, S = UT + ½ AT², ഇങ്ങനെയുള്ള പല പല സമവാക്യങ്ങൾ നമുക്ക് തരുന്ന പവർ അതാണ്. യു ക്യാൻ പ്രെഡിക്റ്റ് വാട്ട് ദിസ് ഈസ് ഗോയിങ് ടു ബി ആഫ്റ്റർ സം ടൈം. ക്വാണ്ടം ഭൗതികം വന്നപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് വിചാരിക്കുക. ക്വാണ്ടം ഭൗതികം വന്നപ്പോൾ ഈ ശേഷി അങ്ങ് പോയി. യു കനോട്ട് പ്രെഡിക്റ്റ് തിങ്സ് വിത്ത് ക്ലാരിറ്റി ഓർ പ്രിസിഷൻ. വളരെ സൂക്ഷ്മമായിട്ട് പ്രിസൈസായിട്ട് എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഇല്ല എന്ന തിരിച്ചറിവിലേക്കാണ് ക്വാണ്ടം ഫിസിക്സ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ ഇവിടുന്ന് 50 km/h ഒരു കാറ് 1 മണിക്കൂർ ഓടിച്ചാൽ എവിടെ എത്തും എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. ക്വാണ്ടം ഭൗതികം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആറ്റങ്ങളുടെയും സബാറ്റമിക കണങ്ങളുടെയും തലത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ക്വാണ്ടം ഭൗതികം പ്രസക്തമാകുന്നത്. അതിന് മുമ്പുള്ള ഫിസിക്സിലെ നിയമങ്ങളെല്ലാം ഇപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ വർക്ക് ചെയ്യും. ഇപ്പോഴും ഒരാളിനെ ചന്ദ്രനിൽ ഇറക്കാൻ നമുക്ക് ക്വാണ്ടം ഫിസിക്സിൻ്റെ ആവശ്യമില്ല. ക്ലാസിക്കൽ ഫിസിക്സ്, ന്യൂട്ടൻ്റെ ഇക്വേഷനൊക്കെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ന്യൂട്ടൺ തുടങ്ങി വെച്ച ന്യൂട്ടോണിയൻ ഫിസിക്സ് എന്ന് പറയുന്ന ക്ലാസിക്കൽ ഫിസിക്സിലെ ഇക്വേഷൻസും നമുക്കറിയാവുന്ന ലോസും ഒക്കെ വെച്ച് അതേ കാര്യങ്ങൾ വെച്ച് നമ്മൾ ആറ്റത്തിൻ്റെ ലെവലിൽ കാര്യങ്ങളെ പഠിക്കാൻ ചെന്നപ്പോഴാണ് ഇതൊന്നും ഇവിടെ ചിലവാകില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. 1900 തുടക്കം അല്ലെങ്കിൽ 1800 അവസാനം ലോർഡ് കെൽവിൻ എന്ന് വിളിക്കുന്ന ഒരാൾ, നമ്മളിന്ന് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ആയിട്ട് വിളിക്കുന്നത് കെൽവിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയുണ്ടായി. ഫിസിക്സിൽ ഇനി പുതുതായിട്ട് ഒന്നും കണ്ടെത്താനില്ല. ഓൾ ദാറ്റ് റിമൈൻസ് ഈസ് മോർ ആൻഡ് മോർ പ്രിസൈസ് മെഷർമെൻറ്റ്സ്. കൂടുതൽ പ്രിസിഷനോടെ മെഷർ ചെയ്യാൻ മാത്രം മതി, പുതിയ കാര്യങ്ങളൊന്നും കണ്ടെത്താനില്ല എന്ന് കെൽവിൻ പറഞ്ഞു. ചില സമയത്ത് നമ്മൾ പറയത്തില്ലേ, കെൽവിൻ്റെ നാവിൽ എന്തോ ഉണ്ടെന്ന് പറയും നമ്മൾ ഇച്ചിരി മിസ്റ്റിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ അടുത്ത വർഷം റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചു, എക്സ്റേ കണ്ടുപിടിച്ചു, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടുപിടിച്ചു. ഇതൊന്നും ക്ലാസിക്കൽ ഫിസിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം കെൽവിന് 100 നാവായിരുന്നു. ഇനി ഒന്നും പുതുതായിട്ട് മനസ്സിലാക്കാനില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു 5-6 കൊല്ലം ചറ പുതിയ കാര്യങ്ങൾ വന്നു. ക്വാണ്ടം ഫിസിക്സ്
വരുന്നത് വരെ അതിന് യാതൊരു എക്സ്പ്ലനേഷനും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ക്വാണ്ടം ഫിസിക്സിൻ്റെ തുടക്കം എന്ന് ഞാൻ പറയാറ്. നമ്മുടെ അഹങ്കാരത്തെ മാറ്റിമറിച്ചുകൊണ്ട് ലോകത്തെക്കുറിച്ചിട്ട് പുതിയൊരു ഉൾക്കാഴ്ച നമുക്ക് തരികയാണ് അവിടെ നിന്ന് സംഭവിച്ചത്. അപ്പോൾ ക്വാണ്ടം ഫിസിക്സിൽ പൊതുവിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ സൂക്ഷ്മതലം നമുക്ക് പരിചയമുള്ളതല്ല. നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വസ്തു ഏതാണ്? എത്ര ചെറിയ വസ്തുവിനെ അവരവിടെ കാണാൻ പറ്റുന്നുണ്ട്? ഒരു മുടിനാരിന് എത്ര കനം വരും? സാധാരണ 100 മൈക്രോൺ, 200 മൈക്രോൺ, മൈക്രോമീറ്ററാണ്. മൈക്രോൺ എന്ന് പറയുന്നത് 1 മീറ്ററിൻ്റെ 10 ലക്ഷത്തിൽ ഒരു അംശമാണ് ഒരു മൈക്രോൺ എന്ന് പറയുന്നത്. 10⁻⁻6 0.000 എന്ന് 5 പൂജ്യം ഇട്ടിട്ട് 1 ഇട്ട് കഴിഞ്ഞാൽ എത്ര വരും? അതാണ് ഒരു മൈക്രോൺ. അതാണ് ഒരു മുടിനാരിൻ്റെയൊക്കെ കാരണം. കുറച്ചുകൂടെ ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മൾ ബാക്ടീരിയയിലേക്ക് എത്തുമ്പോൾ ഫ്യൂ മൈക്രോൺസ് ആകും, കാണാൻ പറ്റാതെ വരും. ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 0.0000 എന്ന് പറഞ്ഞിട്ട് 9 പൂജ്യം വരണം, എന്നിട്ട് വാഴും. അപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ വളരെ ചെറിയ സ്കെയിലിലേക്ക് പോകും. അപ്പോൾ അവിടെ നമുക്ക് ഡെയിലി എക്സ്പീരിയൻസ് ഇല്ല, നമുക്കൊരിക്കലും അത്ര ആ സ്കെയിലിലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ക്വാണ്ടം ഫിസിക്സിലെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചുറ്റും കാണില്ല, എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിലും നമ്മളിപ്പോൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു മെറ്റീരിയൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ സ്പീക്കർ ഉണ്ടാക്കാനോ ഡിസ്പ്ലേ ഉണ്ടാക്കാനോ പറ്റിയ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ളൊരു മെറ്റീരിയൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആറ്റങ്ങളുടെ ലെവലിൽ ഇതിനെ എഞ്ചിനീയർ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും നമുക്ക് പറ്റണം. അപ്പോൾ ആറ്റങ്ങളുടെ ലെവൽ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞാലേ പറ്റും. ഡെയിലി ലൈഫിൽ അറിയണമെന്നില്ല, പക്ഷേ അത് അറിഞ്ഞ് ആ അറിവ് വെച്ചുണ്ടാക്കുന്ന ടെക്നോളജിയാണ് നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ക്വാളിറ്റിയെ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പൊതുവെ നടക്കുന്നത്. ഒന്ന്, മാറ്റർ ബിഹേവ് ലൈക്ക് വേവ്. നമുക്കറിയാവുന്നത് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് നമ്മൾ മാറ്ററിനെ മനസ്സിലാക്കുന്നത്, ചെറിയ ചെറിയ കണികകൾ. പക്ഷെ കണികകൾക്ക് തരംഗ സ്വഭാവം ഉണ്ടെന്നുള്ളതാണ് സൂക്ഷ്മതലത്തിലേക്ക് മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ പ്രശ്നം. അതായത് നിങ്ങൾ സാധാരണ നമുക്കെല്ലാം സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്ന, നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടാൻ കഴിയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ഒരു സ്ക്രീനിൽ അടുത്തടുത്ത് 2 ചെറിയ ദ്വാരങ്ങൾ ഇട്ടതിന് ശേഷം അതിനകത്തൂടെ ഒരു ലേസർ ബീം പായിച്ചു കഴിഞ്ഞാൽ അത് അപ്പുറത്ത് 2 ഡോട്ടായിട്ടല്ല വരിക, 2 ഹോളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 ഡോട്ടാണ്, 2 അല്ല, ഒരുപാട് ഡോട്ടുകൾ കാണാൻ പറ്റും. അത് നമ്മൾ വിളിക്കുന്നത് ഇൻ്റർഫറൻസ് എന്ന ഇൻ്റർഫറൻസ് പാറ്റേൺ. ലൈറ്റ് വേവ് ആയതുകൊണ്ട് അത് ചെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇതേ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഇലക്ട്രോൺസിനെ വെച്ച് ചെയ്താൽ ഇലക്ട്രോൺസും ഇതുപോലെ ചെന്ന് ഇൻ്റർഫിയർ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ തരംഗങ്ങൾക്ക് അപ്പുറത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ കഴിയുന്നത് ഒരു തരംഗത്തിന് 2 സ്വിച്ചിൽ കൂടെയും കടന്നു പോകാൻ പറ്റും, 2 ദ്വാരത്തിൽ കൂടെ അതിന് കടന്നു പോകാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കുളത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കുറച്ച് റിപ്പിൾസ് ഉണ്ടാക്കിയിട്ട് ആ റിപ്പിൾസ് പോകുന്ന വഴിയിൽ ഒരു തടസ്സം വെച്ച് 2 ദ്വാരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു വേവ് അവിടെ ചെന്ന് 2 ഹോളിൽ കൂടെ അപ്പുറത്ത് നിന്ന് 2 വേവ് സോഴ്സായിട്ട് വർക്ക് ചെയ്ത് പരസ്പരം ഇൻ്റർഫിയർ ചെയ്യും. അങ്ങനെയാണ് ഇൻ്റർഫറൻസ് പാറ്റേൺസ് ഉണ്ടാകുന്നത്. പക്ഷേ ഇലക്ട്രോൺ ഇതെങ്ങനെ ചെയ്യും? ഇലക്ട്രോൺ പാർട്ടിക്കിൾ അല്ലേ. പാർട്ടിക്കിളിന് എങ്ങനെയാണ് ഒരു സമയം 2 ഹോളിൽ കൂടെയും പോകാൻ പറ്റുന്നത്? അപ്പോൾ 2 സ്ഥലത്തു കൂടെയും ഒരേ സമയം 2 ഹോളിൽ കൂടെ കടന്നു പോകാൻ കഴിയുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ഫിക്ഷൻ അല്ല, ഇറ്റ്സ് എ ഫാക്ട്. അതിന് പറ്റും. അതിന് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ലിറ്റിൽ ഒരു ഡിറ്റക്ടർ വെച്ചിട്ട് ഇലക്ട്രോൺ അതുവഴി കടന്നു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ ഇലക്ട്രോൺ വളരെ ഡീസൻ്റ് ആയിട്ട് ഒരു ഹോളിൽ കൂടെ മാത്രം കടന്നു പോകും. അതായത് നമ്മൾ നോക്കുമ്പോൾ ഒരു സ്വഭാവം, നമ്മൾ നോക്കിയില്ലെങ്കിൽ വേറൊരു സ്വഭാവം. ഇതാണ് ആദ്യത്തെ പ്രശ്നം. ഇവിടെ ഒരു വാക്ക് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, ഒബ്സർവർ ഇഫക്റ്റ് എന്ന് പറയും. അതായത് ഇങ്ങനെ തരംഗമായിട്ട് പോയിക്കൊണ്ടിരുന്ന സംഗതി ഒരാൾ നോക്കുകയാണെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ, അത് ഏതുവഴി പോകുന്നു എന്ന് അറിയാൻ നമ്മൾ ശ്രമിച്ചാൽ അത് കൊളാപ്സ് ആവുന്നു. ആ സ്വഭാവമായി ഡീസൻ്റ് ആയിട്ട് ഒരു ഹോളിൽ കൂടെ മാത്രം പോകും. ഓക്കെ, ഇനി ഒരേ കാര്യത്തിന് ഒന്നിലധികം സ്ഥലങ്ങളിൽ കാണപ്പെടാൻ പറ്റും. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഇവിടെ, ഒന്നുകിൽ ക്ലാസ്സിൽ, അല്ലെങ്കിൽ വെളിയിൽ. ക്ലാസ്സിനകത്തും വെളിയിലുമായിട്ടിരിക്കുന്ന ഒരാളിനെ നമുക്കറിയില്ല. പക്ഷേ ഇലക്ട്രോണിന് പറ്റും, അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ മൈക്രോസ്കോപ്പിക് തലത്തിൽ പറ്റും. അതിനെ നമ്മൾ ഫിസിക്സിൻ്റെ ഭാഷയിൽ വിളിക്കുന്നത് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്നാണ്. പൊതുവിൽ എഴുതുമ്പോൾ സ്റ്റുഡൻസ് എഴുതുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് സൂപ്പർ പൊസിഷൻ എന്ന് 2ആയിട്ട് എഴുതുന്ന കണ്ടിട്ടുണ്ട്. നല്ല സൂപ്പർ പൊസിഷൻ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് സൂപ്പർ പോസ് ചെയ്തിരിക്കുക, ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് മിക്സ് ആയിരിക്കുന്നതാണ്. സൂപ്പർ പോസ് ചെയ്യുന്ന അവസ്ഥയാണ് സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതായത് ഒന്നിലധികം സ്റ്റേറ്റിൽ ഒരേ സമയം കാണപ്പെടാൻ പറ്റും. അതിനർത്ഥം ഒരേ സമയം 2 ഹോളിൽ കൂടെയും കടന്നു പോകുന്ന ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രോൺ ശരിക്കും ഏത് ഹോളിലാണ് ഉള്ളതെന്ന് ചോദ്യത്തിന് ഉത്തരമില്ല. ഉത്തരം നമുക്ക് പറയാൻ നമുക്കറിയാത്തതല്ല, ഉത്തരം ഇല്ല. ഒരേ സമയം ഒന്നിലധികം അവസ്ഥകൾ ഇരിക്കുന്ന ഒരു വസ്തുവിന് ഇപ്പം എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ലല്ലോ. പല അവസ്ഥകളുമുണ്ട്. ചിലപ്പോഴത്തൊക്കെ
കുറച്ചു നേരം മുമ്പ് വരെയൊക്കെ നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇപ്പം നിങ്ങൾ ഏത് ക്ലാസ്സിലാണെന്ന് ചോദിച്ചാൽ അവർ പറയും തിയറി പരീക്ഷ എഴുതുമ്പോൾ സെക്കൻഡ് സെമസ്റ്റർ, ക്ലാസ്സിലിരിക്കുന്നത് 4th സെമസ്റ്ററിൽ, പ്രാക്ടിക്കൽ എക്സാം എഴുതുന്നത് 3rd സെമസ്റ്ററിൽ. അപ്പം പല പല അവസ്ഥകളിൽ ഒരുമിച്ച് സൂപ്പർ പോസിഷൻ സ്റ്റേറ്റിലാണെന്ന് പറയാൻ പറ്റും. മൈക്രോസ്കോപ്പിക് ലെവലിൽ പാർട്ടിക്കിൾസിന് ഇത് ശരിക്കും പറയാൻ പറ്റും, മെറ്റഫറിക്കലായിട്ടല്ല. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങൾ ഈ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഫാനിൻ്റെ ലീഫ് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, കാരണം അത് കറങ്ങിക്കൊണ്ടിരിക്കുക. ആ ലീഫ് ഇങ്ങനെ സ്മിയർ ചെയ്ത് പല സ്ഥലത്തായിട്ട് ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ അതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് ഫോട്ടോ എടുത്താൽ അത് എവിടെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്താൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ഹെഡാണോ ടെയിലാണോ? അതിൽ ഹെഡുമുണ്ട് ടെയിലുമുണ്ട്. അതെവിടെയെങ്കിലും വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഹെഡോ ടെയിലോ ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ പൊതുവിൽ പറയുന്നത് ടോസ് ചെയ്ത കോയിനിൽ ഹെഡ് വീഴാനുള്ള സാധ്യത 50% ആണെന്ന് പറയും. പക്ഷെ മുകളിൽ നിൽക്കുമ്പോൾ 50% ഹെഡും 50% ടെയിലും ഉണ്ടെങ്കിലും താഴെ ലാൻഡ് ചെയ്താൽ നിങ്ങൾ 50-50 അല്ല കാണുക. ഇറ്റ്സ് ഐദർ 100% ഹെഡ് ഓർ 100% ടെയിൽ. നിങ്ങൾ അത്രയും വിദഗ്ധനാണെങ്കിൽ ചിലപ്പം കോയിനെ ഇങ്ങനെയൊക്കെ ലാൻഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കളി മാറും, കുറച്ചുകൂടെയൊക്കെ വ്യത്യാസം വരും. എന്നാലും നോർമലി ഫോർ നോർമൽ പീപ്പിൾ ദിസ് ഈസ് ദ പോസിബിലിറ്റി. വേറൊന്ന്, ഈ സൂപ്പർ പോസിഷൻ്റെ കോൺസിക്വൻസ് ആണ് നമ്മുടെ പൂച്ച. ക്വാണ്ടം ഫിസിക്സിൻ്റെ തിയറികളും പുതിയ ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ പ്രമുഖരായിട്ടുള്ള ഒരാളാണ് എർവിൻ ഷ്രോഡിംഗർ. ഷ്രോഡിംഗർ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സിദ്ധാന്തങ്ങളുടെ സിനിമയുടെ ഡയലോഗ് ചേട്ടാ ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത് അങ്ങനെ വണ്ടറടിച്ച് നിന്നൊരു സമയമാണ്. കാരണം അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തന്നെ വളരെ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു ലെവലിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരേ സമയം ഒരു ഇലക്ട്രോണിന് 2 അവസ്ഥയിൽ കാണാൻ പറ്റും, ഒരു ആറ്റത്തിന് 2 അവസ്ഥയിൽ കാണാൻ പറ്റും. 2 എന്ന് പറഞ്ഞാൽ ഒന്നിലധികം നിറത്തിലാണ് ഈ 2 എന്ന് പറയുന്നത്, എത്ര വേണേലും ആകും. ഇത് എത്രത്തോളം വിയേർഡാണ്. ഇപ്പോൾ ഇലക്ട്രോണിന് ഒരേ സമയം സ്പിൻ ഡൗൺ സ്റ്റേറ്റുകളുടെ ഒരുമിച്ചുള്ള സൂപ്പർ പോസിഷൻ സ്റ്റേറ്റ് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോണുമായിട്ട് നമുക്ക് വലിയ ബന്ധമൊന്നുമില്ല, നമ്മുടെ ആളല്ലല്ലോ ഇലക്ട്രോൺ, നമുക്ക് പരിചയമില്ല, പുള്ളി എങ്ങനെ വേണം ആയിക്കൊള്ളട്ടെ. അപ്പം നമുക്കിത് പരിചയമുള്ള സിറ്റുവേഷനിലേക്ക് വന്നാലേ നമുക്കതിൻ്റെ ആ ഒരു വിയേർഡ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ തോട്ട് എക്സ്പെരിമെൻറ്റ് കൊണ്ടുവരുന്നത്. ആ തോട്ട് എക്സ്പെരിമെൻറ്റ് ഇങ്ങനെയാണ്: ഒരു പൂച്ച ഒരു പെട്ടിക്കകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എർവിൻ ഷ്രോഡിങ്ങിന് പൂച്ചകളോട് എന്തെങ്കിലും വിരോധമുള്ളതായിട്ടൊന്നും എങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇതൊരു തോട്ട് എക്സ്പെരിമെൻ്റ് ആണ്. ദിസ് വിൽ ഈക്വലി വർക്ക് ഫോർ ഡോഗ്സ് ഓർ എനി ആനിമൽ. മനുഷ്യൻ്റെ കാര്യത്തിൽ അത് വർക്ക് ചെയ്യും. സിറ്റുവേഷൻ ഇതാണ്: പെട്ടിക്കകത്തൊരു പൂച്ച അടച്ചു വെച്ചിട്ടുണ്ട്, അതിനകത്തൊരു റേഡിയോ ആക്റ്റീവ് സാമ്പിൾ ഇരിപ്പുണ്ട്. റേഡിയോ ആക്ടിവിറ്റിയിലൂടെ ഡീക്കേ ചെയ്യാൻ കഴിയുന്ന ഒരു ആറ്റം, ഒരു മെറ്റീരിയൽ ഇവിടെ ഉണ്ട്. ആ മെറ്റീരിയൽ ഡീക്കേ ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള അവസ്ഥയിലാണ് ഉണ്ടാവുക. കാരണം സൂപ്പർ പൊസിഷൻ മൈക്രോസ്കോപ്പിക് ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. അപ്പോൾ അത് ഡീക്കേ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള മാർഗം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഐദർ ഡീക്കേഡ് ഓർ സ്റ്റിൽ ദെയർ, സൂപ്പർ പൊസിഷൻ അവസ്ഥയിലിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ. ഇത് ഡീക്കേ ചെയ്താൽ ഒരു ഗീഗർ കൗണ്ടർ എന്ന് പറയുന്ന മെഷീൻ അത് കൗണ്ട് ചെയ്യും, അത് ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ട് ചെയ്താൽ അതൊരു ഹാമർ റിലീസ് ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ പെട്ടിക്കകത്ത് വിഷം നിറയും, വിഷവാതകം നിറയും, ഗ്യാസ്, പോയ്സണസ് ഗ്യാസ്. സ്വാഭാവികമായിട്ടും പൂച്ച അത് ശ്വസിച്ച് ചത്തുപോകും. ഇനി ആറ്റം ഡീക്കേ ചെയ്തിട്ടില്ലെങ്കിൽ പൂച്ച സേഫാണ്, ജീവനോടെ ഇരിക്കും. പക്ഷെ പ്രശ്നം ആറ്റം ഡീക്കേ ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള അവസ്ഥകളുടെ സൂപ്പർ പോസിഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ ആറ്റം ഡീക്കേ ചെയ്ത അവസ്ഥ, പൂച്ച ചത്ത അവസ്ഥ. ആറ്റം ഡീക്കേ ചെയ്യാത്ത അവസ്ഥ, പൂച്ച ജീവിച്ചിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഡീക്കേ ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള അവസ്ഥയിൽ ആറ്റം ഇരുന്നാൽ ചത്തതും ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള അവസ്ഥയിൽ പൂച്ച ഇരിക്കും. ഇവിടെയാണ് ആ എക്സ്പെരിമെൻ്റ് നമ്മുടെ മുമ്പിൽ വിയേർഡ്നെസ് വരുന്നത്. നമുക്ക് എങ്ങനെയാണ് ഒരു പൂച്ച ചത്തു ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്ക് മനസ്സിലാവും. ചത്തതും ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള അവസ്ഥയിൽ, പണ്ടത്തെ മലയാള കവിവാചകം കൊണ്ട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, ഇത് അതല്ല, ഒക്കുമേ അല്ല, ചത്തതും ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള അവസ്ഥയിലാണ്. നിങ്ങൾ അതിനെ ഒബ്സർവ് ചെയ്യുകയാണ്. ഈ റേഡിയോ ആക്റ്റീവ് ആറ്റം ഡീക്കേ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഡീക്കേ ചെയ്ത അവസ്ഥയിലായിരിക്കും, ഇല്ലെങ്കിൽ ഡീക്കേ ചെയ്യാത്ത അവസ്ഥയിലായിരിക്കും. ഡീക്കേ ചെയ്ത അവസ്ഥയിലാണെങ്കിൽ പൂച്ച ചത്തിട്ടുണ്ടാവും, ഡീക്കേ ചെയ്യാത്ത അവസ്ഥയിലാണെങ്കിൽ പൂച്ച ജീവനോടെ ഉണ്ടാവും. നിങ്ങൾ നോക്കുന്നത് വരെ ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഈ പൂച്ച ഉണ്ടാവുക. പക്ഷേ ഇത് നമുക്ക് മാക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ കാണുന്നില്ല. പൂച്ചയുടെ കേസിലേക്ക് വന്നാൽ ആരും ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ഡയറക്റ്റായിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. ബട്ട് തിയററ്റിക്കലി ദിസ് ഈസ് എ സൗണ്ട് ആർഗ്യുമെൻറ്റ്. അടുത്ത ഹൈസൻബർഗിൻ്റെ തന്നെ വേറൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ദർ ഇസ് ലിമിറ്റ് ടു അവർ നോളജ്. അത് നമ്മൾ പഠിക്കാത്തതുകൊണ്ടല്ല, നേച്ചർ ഡസ് നോട്ട് പെർമിറ്റ് അസ് ടു നോ. നമ്മൾ അറിയുന്നത് പ്രകൃതിക്ക് ഇഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങൾ. അതിലൊന്നാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ.
ചില ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് ഒരുമിച്ച് ഒരേ പ്രിസിഷനോട് കൂടി അളക്കാൻ പറ്റില്ല. പൊതുവെ നമ്മൾ സ്കൂളിൽ കാണാതെ പഠിക്കുന്നത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മെഷർ ബോത്ത് ദ മൊമെൻറ്റം ആൻഡ് പൊസിഷൻ ഓഫ് എ മൈക്രോസ്കോപ്പിക് മൂവിങ് പാർട്ടിക്കിൾ ലൈക്ക് എൻ ഇലക്ട്രോൺ പ്രിസൈസ്ലി ആൻഡ് സൈമിൾട്ടേനിയസ്ലി. പ്രിസൈസ്ലി ഒരേ കൃത്യതയോടുകൂടി ഒരുമിച്ച് ഒരു ഇലക്ട്രോണിനെ പോലുള്ളൊരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റും കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പൊസിഷൻ കൃത്യമായിട്ട് അറിയാൻ ശ്രമിച്ചാൽ മൊമെൻറ്റത്തിലുള്ള കൃത്യത പോകും, മൊമെൻറ്റം കൃത്യമായിട്ട് അളക്കാൻ ശ്രമിച്ചാൽ പൊസിഷനിലുള്ള കൃത്യത പോകും. ഇതിലേതെങ്കിലും ഒരു കൃത്യത കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഹൈസൻബർഗ് ഈ പ്രിൻസിപ്പിൾ മുമ്പോട്ട് വെച്ചപ്പോൾ കുറേ എക്സ്പെരിമെൻ്റൽ ഫിസിസിസ്റ്റുമാർ രണ്ടും കൂടെ ഒരുമിച്ച് മെഷർ ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റുകൾ ഡിവൈസ് ചെയ്യാൻ ഇറങ്ങി. അതിൻ്റെ കാരണം ഹൈസൻബർഗ് പറഞ്ഞ് അവർക്ക് മനസ്സിലായില്ലായിരുന്നു. ഹൈസൻബർഗ് ഇതിനുള്ള ടെക്നോളജി ഇല്ല എന്നല്ല പറഞ്ഞത്, ഇത് പറ്റൂല എന്ന്. നേച്ചർ വിൽ നോട്ട് പെർമിറ്റ്. നിങ്ങൾ പൊസിഷൻ അളക്കാൻ ശ്രമിച്ചാൽ മൊമെൻറ്റം എന്ന് പറയുന്ന സാധനം അതിന് ക്ലിയർ ആയിട്ടില്ല. ഇല്ലാത്ത സാധനം നിങ്ങൾ എങ്ങനെ മെഷർ ചെയ്യും? നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഷർ ചെയ്യാനുള്ള ടെക്നിക്ക് ഇല്ലാത്തതല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ യു ടു നോ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു 2 പടം വെച്ചിട്ടുണ്ട്. ഒരു റേസ് കാറിൻ്റെ ഫോട്ടോ ഒരു ഹൈ സ്പീഡ് ക്യാമറ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ആ ക്യാമറയിൽ നമുക്ക് വളരെ ഷാർപ്പായിട്ടുള്ള കാറിൻ്റെ ഒരു ഫോട്ടോ കിട്ടും. പക്ഷെ ആ ഫോട്ടോ എടുക്കുമ്പോൾ എത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് അറിയാൻ മാർഗ്ഗമില്ല. കാരണം ഇറ്റ്സ് എ ഷാർപ്പ് ഇമേജ്. നേരെ മറിച്ച് നോർമൽ ക്യാമറ, സാധാരണ ഷട്ടർ സ്പീഡുള്ള ക്യാമറ വെച്ച് എടുത്തു കഴിഞ്ഞാൽ മോഷൻ ബ്ലർ എന്നൊരു സംഗതി വരും. കാർ ഇങ്ങനെ സ്മിയർ ചെയ്തിരിക്കും, മോഷൻ ബ്ലർ. കാർ എത്ര സ്പീഡിലാണ് പോകുന്നത് നമുക്ക് ഏതാണ്ട് പിടികിട്ടും ആ മോഷൻ ബ്ലർ കണ്ട. പക്ഷേ എക്സാക്ട്ലി ഇപ്പോൾ ആ കാർ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പ്രിസൈസ് ആയിട്ട് അതിൻ്റെ പൊസിഷൻ അറിയാൻ നോക്കുമ്പോൾ അതിൻ്റെ മൊമെൻറ്റത്തിലുള്ള ക്ലാരിറ്റി നഷ്ടപ്പെട്ടു. വെലോസിറ്റി, സ്പീഡ് എത്രയാണെന്ന് അറിയാൻ നമ്മൾ ശ്രമിച്ചാൽ അത് എവിടെയാണെന്ന് പറയാനുള്ള കാപ്പബിലിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. കാറിൻ്റെ കാര്യത്തിൽ ഞാൻ ഉപമ മാത്രമാണ് പറഞ്ഞത്, കാറിൽ പറ്റൂല എന്നല്ല. കാരണം ഫിസിക്സ് പഠിക്കുന്നവർ അവിടെ ഒരു സംഗതി കൂടെ പഠിക്കും. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ആ എച്ച് എന്ന് പറയുന്നത് 0.000 എന്ന് പറഞ്ഞിട്ട് 62 പൂജ്യം കഴിഞ്ഞിട്ട് വരുന്നൊരു സംഖ്യയാണ്. അത്രയും ചെറുതാണ്. അപ്പം അതിനൊരു ലിമിറ്റ് ഉണ്ടെന്നേ പറയുന്നത്. അതിനേക്കാളും പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. കാറിൻ്റെ കാര്യത്തിൽ അത്രയും പ്രിസിഷനായിട്ടൊന്നും ആരും അളക്കാൻ പോകത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. അതായത് കാറ് ഒരു സാധാരണ ഒരു 1000 km/h പോകുന്നൊരു വിമാനത്തിൻ്റെ പോലും പൊസിഷനിൽ അൺസർട്ടനിറ്റി നിങ്ങൾ അളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വലിപ്പം നോക്കി കാണും. ആ അൺസർട്ടനിറ്റി, നമുക്കിവിടെ എന്തെല്ലാം അൺസർട്ടനിറ്റി വെച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? മഴ പെയ്യുമോ ഇല്ലയെന്ന് അറിയത്തില്ല, പരീക്ഷ ഈ മാസം നടക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമ്മുടെ അൺസർട്ടനിറ്റിയുടെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വലിപ്പത്തിൽ പൊസിഷൻ അറിയാൻ പറ്റില്ല എന്നൊന്നും പറയുന്നതിനകത്തൊന്നും അൺസർട്ടനിറ്റി ആയിട്ട് വിളിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ഇലക്ട്രോണിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഇലക്ട്രോണിൻ്റെ പൊസിഷനിൽ അൺസർട്ടനിറ്റി നിങ്ങൾ അളന്നു കഴിഞ്ഞാൽ അതൊരു ആറ്റത്തിൻ്റെ വലിപ്പം വരും. അപ്പോൾ ആറ്റത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് ഇലക്ട്രോണിനെ കൃത്യമായിട്ട് പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്കൂളിൽ പഠിച്ച മുത്തും വളയും മോഡൽ, ബോർ ആറ്റം മോഡൽ തെറ്റാണ് എന്ന് വലിയ ക്ലാസ്സിൽ പഠിക്കുകയും അത് മനസ്സിലാകാത്തതുകൊണ്ട് പിന്നെയും ആ മോഡൽ തന്നെ നമ്മൾ വരച്ചു വെക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? യു കനോട്ട് പിൻ പോയിന്റ് അറ്റ് ആൻ ഇലക്ട്രോൺ. അതിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് പ്രിസൈസ് ആയിട്ട് അറിയാൻ പറ്റില്ല. എന്നാലേ നിങ്ങൾക്ക് അവിടെ കുത്താൻ പറ്റും, ഇലക്ട്രോൺ അവിടെ ഉണ്ടാവും. ദാറ്റ് ഇസ് വൈ. മറ്റൊന്ന് ക്വാണ്ടം ടണലിംഗ് എന്ന് വിളിക്കും. സാധാരണഗതിയിൽ ഒരു മതിലുണ്ടെങ്കിൽ മതിലിന് ഇപ്പുറത്ത് നിൽക്കുന്ന ആളിന് അപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ മതിലിന് മുകളിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. യു ഹാവ് ടു സ്പെൻഡ് എനർജി. ആ പൊട്ടൻഷ്യൽ എനർജി ഓവർകം ചെയ്യണം. മൈക്രോസ്കോപ്പിക് ലെവലിൽ ഒരു ഇലക്ട്രോണിന് ഇങ്ങനെ ഒരു മതിലിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ അതിൻ്റെ മുകളിൽ കൂടെ കയറേണ്ട കാര്യമില്ല. ചില സമയത്ത് അത് അതിൻ്റെ അപ്പുറത്ത് കാണപ്പെടും. ദറ്റ് ഈസ് കോൾഡ് ക്വാണ്ടം ടണലിംഗ്. അതിന് ടണലിംഗ് എന്ന് വിളിക്കുന്നത് ഇലക്ട്രോൺ ആണെങ്കിൽ മെഷീനൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഈ സാധനം തുരന്ന് പുറത്തിറങ്ങുമെന്നുള്ള അർത്ഥത്തിലല്ല. വാക്ക് ടണലിംഗ് എന്ന് വിളിക്കുന്നുള്ളൂ. ഇറ്റ് ക്യാൻ സിംപ്ലി ബി സീൻ ഔട്ട്സൈഡ്. അതായത് നിങ്ങളെ ഒരു ആളിനെ മതിൽ കെട്ടി അകത്തിട്ടിട്ട് പോയേക്കുവാണ്. നിങ്ങൾ കുറച്ചും തിരിച്ച് അയാൾ വെളിയിൽ നിൽക്കുന്നു. മതിലൊന്നും പൊളിച്ചിട്ടില്ല, എവിടെയും തുരന്നിട്ടില്ല, കുഴിയെടുത്തിട്ടില്ല, അയാൾ പുറത്തിറങ്ങി. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് വണ്ടർ ഉണ്ടാകുമോ അതേ വണ്ടർ നമ്മൾ കാണാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഉണ്ടാകാത്തത്. ഇത് നിരന്തരം നടക്കുന്നു. ഉദാഹരണത്തിന് ന്യൂക്ലിയർ ഫ്യൂഷൻ നമ്മളെല്ലാവരും പഠിക്കുമല്ലോ. ഹൈഡ്രജൻ ന്യൂക്ലിയസിൽ കൂടിച്ചേർന്ന് ന്യൂക്ലിയസ് ഹീലിയത്തിൻ്റെതായിട്ട് മാറുന്നു. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പ്രോട്ടോണിനും പോസിറ്റീവ് ചാർജാണ്, മറ്റേതിനും പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജും നിങ്ങൾക്ക് അടുത്തടുത്ത് കൊണ്ടുവരും തോറും അവ ചാർജ് കാരണം റിപ്പൽ ചെയ്യും. കൂളം റിപ്പൽഷൻ എന്ന് വിളിക്കും. അതൊരു പരിധിക്ക് അപ്പുറം താഴേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റില്ല. പക്ഷേ ചില സമയത്ത് ഇതിൽ ഒരു 10,000 പ്രോട്ടോണുകൾ അടുത്ത് വരുമ്പോൾ 2 പേര് അകത്ത് കയറും. എന്നാൽ ഒരു പ്രോട്ടോൺ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കി വെച്ചേക്കുന്ന മതിലിനെ ചില ആളുകൾ തുറന്ന് അകത്ത് കയറി ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ സാധ്യമാവില്ല. ന്യൂക്ലിയർ ഫ്യൂഷൻ സാധ്യമായില്ലെങ്കിൽ സ്റ്റാഴ്സിൽ എനർജി ഉണ്ടാക്കില്ല, സണ്ണിൽ എനർജി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പ്ലാനറ്റ്സിൽ ജീവനില്ല, നമ്മളാരും ഉണ്ടാവില്ലായിരുന്നു. സോ നമ്മളെല്ലാവരും ഇവിടെ ജീവിച്ചിരിക്കുകയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആവുകയും ക്വാണ്ടം സെഞ്ചുറി സെമിനാർ നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ക്വാണ്ടം ടണലിംഗ് ഈസ് റിയൽ ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്, ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഐൻസ്റ്റൈൻ ആയിരുന്നു. കാരണം ചില
ഒന്നിലധികം പാർട്ടിക്കിൾസിനും ഒരേ സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റും. ഒരേ സ്റ്റേറ്റ് അവർ ഷെയർ ചെയ്യും. ദേ ആർ സപ്പോസ് ടു സെറ്റ് ടു ബി ഇൻ എൻ എൻറ്റാങ്കിൾഡ് സ്റ്റേറ്റ്. എന്നിട്ട് ഇതിലൊരാളെ നമ്മൾ ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്താലും ഇവർ തമ്മിലുള്ള ആ എൻറ്റാങ്കിൾമെൻറ്റ് നിൽക്കും. കാരണം അവർ തമ്മിലുള്ള കോമൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, എത്ര ദൂരെ ആയാലും. ഇപ്പോൾ 2 എൻറ്റാങ്കിൾഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസിൽ ഒന്നിനെ നിങ്ങളൊന്ന് വേറൊരു ഗാലക്സി കൊണ്ടുപോയി, എന്തെങ്കിലും ടെക്നോളജി വെച്ച് നിങ്ങൾ വേറൊരു ഗാലക്സി കൊണ്ടുപോയി. ഇവിടുത്തെ ഇലക്ട്രോണിനെ നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ അത് സ്പിൻ അപ്പാണ് എന്ന് കാണുന്നു. സ്വാഭാവികമായിട്ടും മറ്റേത് സ്പിൻ ഡൗൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മെഷർ ചെയ്യാതെ തന്നെ അതിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൽ എന്താണ് ഐൻസ്റ്റൈൻ്റെ പ്രശ്നം വന്നത്? ഐൻസ്റ്റൈൻ്റെ വീക്ക്നെസ് എവിടെ കിടക്കുന്ന സ്പീഡ്. ലൈറ്റിൻ്റെ സ്പീഡിനേക്കാൾ ഫാസ്റ്റായിട്ട് ഒന്നും സഞ്ചരിക്കില്ല. അപ്പോൾ അങ്ങ് അകലെ ദൂരെ ഗാലക്സിയിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ അവസ്ഥ ഇവിടെ ഇരുന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ സഞ്ചരിച്ച് ഇവിടെ വരാനുള്ള സമയം കൊടുക്കണം. ആണ് ലൈറ്റിന് എപ്പോഴും ഒരു ഡിഫിനറ്റ് സ്പീഡേ ഉള്ളൂ, ഫൈനൈറ്റ് സ്പീഡേ ഉള്ളൂ. പക്ഷേ സൂപ്പർ പൊസിഷൻ സാധ്യമായതുകൊണ്ട്, എൻറ്റാങ്കിൾമെൻറ്റ് സാധ്യമായതുകൊണ്ട് അത് പറ്റും. ഇതിന് ഐൻസ്റ്റൈൻ വിളിച്ചത് സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്നാണ്. പേടിപ്പിക്കുന്ന, ഡിസ്കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണിത്. എത്ര ദൂരെ ഇരുന്നാലും നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥ ഇവിടെ ഇരുന്ന് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും. പക്ഷേ നമുക്കതൊരു ഉപമ വെച്ച് മനസ്സിലാക്കാം. അപ്പം നിങ്ങൾക്ക് 2 കളറുള്ള സോക്സ് ആണുള്ളതെന്ന് വിചാരിച്ചോളൂ. അതൊരു പെട്ടിയിലിട്ട് കൊണ്ടുവരികയാണ്. നിങ്ങൾ ഇതിലൊരു സോക്സ് വേറൊരാൾക്ക് കൊടുത്തു വിട്ടു. അയാളൊരു യാത്ര പോയി, വേറൊരു ഗാലക്സിയിലേക്ക് ഒരു ഗാലക്റ്റിക് യാത്ര പോയി എന്ന് വെച്ചോളൂ. കുറേ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പെട്ടി തുറന്നു നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്നത് ഇപ്പോൾ ചുവപ്പ് നീലയാണ് സോക്സിൻ്റെ കളർ, നിങ്ങളെ ഇരിക്കുന്നത് ചുവന്ന സോക്സാണ്. അപ്പോഴേ നിങ്ങൾക്ക് അറിയാം അയാളുടെ ഇരിക്കാൻ പോകുന്നത് നീല സോക്സാണ്, മറ്റേ കളറായിരിക്കുമല്ലോ. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ ഇൻഫർമേഷൻ ഷെയർഡാണ്, പരസ്പരം കണക്റ്റഡ് ആണ്. ഇത് 2 ഉള്ളൂ എന്നുള്ള ഇൻഫർമേഷൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഒന്ന് മനസ്സിലാവുമ്പോൾ മറ്റത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കപ്പെടും. പക്ഷേ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് ഇത്ര സിമ്പിൾ അല്ല. ആക്ച്വൽ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ എൻറ്റാങ്കിൾഡ് സിസ്റ്റങ്ങൾ ഉണ്ടാക്കണം, ആ എൻറ്റാങ്കിൾമെൻറ്റ് അതേപോലെ നിലനിർത്തണം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഇപ്പോൾ എൻ്റെ ശരീരത്തിലെ ഓരോ പാർട്ടിക്കിളിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു എൻറ്റാങ്കിൾഡ് പാർട്ടിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കുമായിട്ട് എപ്പോഴും കണക്ട് ആയിട്ടിരിക്കുന്ന വേറൊരാളിനെ വേണമെങ്കിൽ വേറൊരു കോണ്ടിനെൻറ്റിൽ കൊണ്ടുവെക്കാമെന്നൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷേ ഭാവനയിൽ മാത്രമേ അത് നടക്കൂ. ക്വാണ്ടം ഫിസിക്സിന് മൈക്രോസ്കോപ്പിൽ നിന്ന് മാക്രോസ്കോപ്പിലേക്ക് വരുമ്പോൾ ചില പരിമിതികൾ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഡീകോഹറൻസ് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്സർവിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇലക്ട്രോൺ ഏത് ഹോളിൽ കൂടെയാണ് പോകുന്നതെന്ന് അതിന് പറയാൻ പറ്റില്ല. 2 ഹോളിൽ കൂടെ ഒരേ സമയം കടന്നു പോകാം. നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഹോളിൽ കൂടെ പോവുള്ളൂ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, മറ്റേ ഹോളിൽ കൂടെ പോകുന്നുണ്ടാവില്ല. ഇത് ഒരുപാട് പേര് ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച്, മനുഷ്യൻ്റെ ബോധം ഉപയോഗിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, റിയാലിറ്റി ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കോൺഷ്യസ്നെസ്, ബോധമാണ് റിയാലിറ്റി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ റിയാലിറ്റി ഇല്ല എന്നൊക്കെയുള്ള അതിഭീകരമായിട്ടുള്ള സിദ്ധാന്തങ്ങൾക്ക് ഒരുപാട് പോപ്പുലാരിറ്റി ഉണ്ട്. ക്വാണ്ടം ഫിസിക്സ് വെച്ചിട്ട് ഒരുപാട് തട്ടിപ്പുകൾ ലോകത്ത് പലയിടങ്ങളിലും നടക്കുന്നു. ഇപ്പോൾ ക്വാണ്ടം കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. യൂണിവേഴ്സിന് മൊത്തത്തിലൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദുർവ്യാഖ്യാനങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന 2 കാര്യങ്ങൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. എ എനിക്കറിയാം, ബി എനിക്കറിയാം. അപ്പോൾ ഞാൻ പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എയും ബിയും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ എയും ബിയും ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിവിലേക്ക് എത്തുന്നു. പക്ഷേ ഇവിടെ നടക്കുന്നത് അതല്ല. എ എന്ന് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല, ബി എന്ന് പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല, അപ്പോൾ എയും ബിയും സെയിമാണ്. ഈ ലോജിക്കാണ് പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. കോൺഷ്യസ്നെസ്സിന് മനസ്സിലായിട്ടില്ല. മോഡേൺ സയൻസിന് ഇപ്പോഴും കോൺഷ്യസ്നെസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡിബേറ്റുകളും അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായിട്ടില്ല എന്താണ് കോൺഷ്യസ്നെസ്, എങ്ങനെയാണ് നമ്മുടെ ബോധം വർക്ക് ചെയ്യുന്നത്. ക്വാണ്ടം ഫിസിക്സും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതും മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം എനിക്ക് മനസ്സിലാവാത്ത എല്ലാം ഒന്നായിരിക്കും അല്ലേ. ഈ ആൾക്കാർ പറയത്തില്ലേ, മദ്യപിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബ്രാൻഡും ഒരുപോലെ ഇരിക്കും. അതുപോലെ ക്വാണ്ടം ഫിസിക്സ് മനസ്സിലായില്ല, കോൺഷ്യസ്നെസ് മനസ്സിലായില്ല, ക്വാണ്ടം ഫിസിക്സ് തന്നെ കോൺഷ്യസ്നെസ്. ഓക്കെ, അത് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞാണ്, രണ്ടും ഒന്നല്ല. വ്യാഖ്യാനങ്ങൾക്ക് പരിധികളുണ്ട്. ക്വാണ്ടം ഡീകോഹറൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ബോധമുള്ള ഒരാൾ ഇരുന്ന് നോക്കുന്നതിന് മാത്രമല്ല വിളിക്കുന്നത്. നിങ്ങൾ അവിടെ ഒരു ഡിറ്റക്ടർ വെച്ചിട്ട് നമുക്ക് പരിചയമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന ബോർഡ് ഇവിടെ പലയിടത്തും കാണാം. ക്യാമറയെ നിരീക്ഷിക്കൂ. ക്യാമറ വെച്ചിട്ട് മനുഷ്യനാണ് നിരീക്ഷിക്കുന്നത്. ക്യാമറയ്ക്ക് നിരീക്ഷിക്കാൻ പറ്റില്ല. ക്യാമറ അത് അവിടെ നിന്ന് വരുന്ന ലൈറ്റ് ഇങ്ങനെ ഇലക്ട്രിക് സിഗ്നലായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. അതിനെ വീഡിയോ സിഗ്നലാക്കി മാറ്റിയാൽ മാത്രമേ മനുഷ്യന് ആ വീഡിയോ കാണാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ക്യാമറ നിരീക്ഷണം എന്ന് പറയുന്നത് ഞാനല്ല കേട്ടോ എന്ന ഒരു ജാമ്യം എടുക്കാൻ വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ചേക്കുന്ന പരിപാടിയാണ്. അത് ക്യാമറ അല്ല നിരീക്ഷിക്കുന്നത്, നമ്മളാണ്. അപ്പോൾ അതുപോലെ ഇവിടെ നിങ്ങളൊരു എന്തെങ്കിലും ഒരു സംഗതി വെച്ച് അതിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മതി, അത് ഒബ്സർവേഷനായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു മൈക്രോസ്കോപ്പിക് ഇലക്ട്രോൺ
അതിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുമായിട്ടും അതിരിക്കുന്ന ആറ്റത്തിലെ ന്യൂക്ലിയസുമായിട്ടും ഒക്കെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ആറ്റങ്ങൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, മോളിക്യൂൾസ് ആകുന്നുണ്ട്, മോളിക്യൂൾസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ ലെവലിൽ നിന്ന് നമ്മളുടെ കാണുന്ന റിയൽ ലൈഫ് വസ്തുക്കളിലേക്ക് വരുമ്പോൾ കോടിക്കണക്കിന് ഇൻട്രാക്ഷൻസ് ആൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പോൾ അത്രയും ഇൻട്രാക്ഷൻസ് ബിൽഡപ്പ് ചെയ്ത് വരുമ്പോൾ അവയുടെ ഈ സൂപ്പർ പൊസിഷൻ പോലുള്ള മൈക്രോസ്കോപ്പിക് ലെവൽ മാത്രം വർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും അത് ഒരുപാട് തവണ ഒബ്സർവ് ചെയ്യപ്പെടുന്നത് പോലെയാണ്. അപ്പോൾ ഈ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റൊക്കെ അങ്ങ് മാറിപ്പോകും. അതിനെയാണ് നമ്മൾ പൊതുവിൽ ക്വാണ്ടം ഡീകോഹറൻസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡീകോഹറൻസ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഡീകോഹറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോളിവുഡ് മൂവിയുണ്ട്. അവർക്കും ക്വാണ്ടം ഫിസിക്സ് മനസ്സിലായിട്ടില്ല. പക്ഷെ അവർ ക്വാണ്ടം ഫിസിക്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ എടുത്തേക്കുന്നത്. അപ്പോൾ സിനിമയായിട്ട് തന്നെ കണ്ടാൽ മതി. അത് ഇതുപോലെയാണ്. ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു കയറുമ്പോൾ വേറെ വീട്. ആ സമയത്ത് ഒരു കോമറ്റോ മറ്റോ വന്നിട്ട് അവിടെ എന്തോ ഒരു വേവ് ഫംഗ്ഷൻ കൊളാപ്സ് നടന്നു, അങ്ങനെ എന്തോ ആണ് ആ സിനിമ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് മൊത്തത്തിൽ ക്വാണ്ടം ഫിസിക്സ് മനസ്സിലാവാതെ എടുത്തതുകൊണ്ട് എനിക്കും അതിൻ്റെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു രസം തോന്നുന്ന സിനിമയാണ്. ആ വാക്ക് ഇതാണ്, ഡീകോഹറൻസ്. ഒരുപാട് ഇൻട്രാക്ഷൻസ് വരുമ്പോൾ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് വരുമ്പോൾ ഈ വേവ് സ്വഭാവമൊക്കെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ അത് ഡീസൻ്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് ഇരിക്കുന്ന സാധനങ്ങളെയോ വലിയ മതിലിൽ കൂടെ ടണൽ ചെയ്ത് വരുന്ന ആൾക്കാരെയോ ഒന്നും നമ്മൾ കാണാത്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗോവിന്ദചാമി ജയിലിൽ അടിയപ്പോൾ ആരും പറഞ്ഞില്ലല്ലോ ക്വാണ്ടം ടണലിംഗ് ആണെന്ന്. ആരോ സഹായിച്ചിട്ടുണ്ട്, എവിടെ വലിഞ്ഞ് പൊത്തി കയറിയത്, അത് നമുക്ക് അറിയാം. ഇറ്റ് ഇസ് നോട്ട് ക്വാണ്ടം ടണലിംഗ്. ബിക്കോസ് വി നോ ദാറ്റ് ഫ്രം അവർ എക്സ്പീരിയൻസസ് വി നോ ദാറ്റ് ക്വാണ്ടം ഫിനോമിന ഡു നോട്ട് വർക്ക് ഓൺ ഡേ ടു ഡേ ലൈഫ്സ്. പക്ഷേ ഈ ഒരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് ആരെങ്കിലും ചോദിച്ചാൽ മാത്രം ഞാൻ വരാം. മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയാം. അത് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കാട് കീറി പോകാൻ പറ്റിയ ഏരിയ ആയതുകൊണ്ടും അതൊരു ഫിസിക്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ 1900 മുമ്പ്, 20-ാം നൂറ്റാണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ലോർഡ് കെൽവിൻ പറഞ്ഞത് ഫിസിക്സിൽ ഇനി ഒന്നും കണ്ടെത്താനില്ല എന്നാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിൽ മനസ്സിലാക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിസം. അതായത് ക്വാണ്ടം ഫിസിക്സ്, അതിനർത്ഥം ക്വാണ്ടം ഫിസിക്സ് നമുക്ക് കൈകാര്യം ചെയ്യാനോ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത് തെറ്റാണെന്നല്ല. ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ളതും റിസർച്ച് പേപ്പറിൽ വരുന്നിട്ടുള്ള ക്വാണ്ടം ഫിസിക്സ് എല്ലാം എസ്റ്റാബ്ലിഷ്ഡ് കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് ബോധ്യപ്പെടാൻ പറ്റും, ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മാത്രമാണ് അംഗീകരിച്ചത്. അല്ലാതെ ക്വാണ്ടം ഫിസിക്സ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ കൊള്ളാം നല്ല സിദ്ധാന്തം ഇരിക്കട്ടെ ഒരു കൈയടി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കൈയടിച്ച് പാസ്സാക്കിയതല്ല. അത് പലതവണ ടെക്സ്റ്റ് ചെയ്ത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന റിസൾട്ടുകൾ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം ഉണ്ടായതാണ്. പക്ഷേ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, ഒരു വസ്തു ഒരു ഇലക്ട്രോൺ ഒന്നിലധികം ഹോളിൽ കൂടെ ഒരേ സമയം കടന്നു പോകുന്നു. ഇങ്ങനെ ഈ യാഥാർത്ഥ്യം റിയാലിറ്റി എന്ന് നമ്മൾ സംഗതി, അപ്പോൾ അത് എങ്ങനെ നമ്മൾ വിചാരിക്കുന്നവരല്ലല്ലോ ഇപ്പോൾ റിയാലിറ്റി. ഇത് റിയാലിറ്റി ആണെങ്കിൽ നമ്മുടെ മനസ്സിരിക്കുന്ന റിയാലിറ്റി ആയിട്ട് അത് മാച്ച് ആകുന്നില്ല. ഒരു നമുക്ക് അങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 സിനിമകൾ ഒരേ സമയം റിലീസ് ആവുകയാണ്. ഞാനൊരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലാണ്. ഈ തിയേറ്ററിലും ആ തിയേറ്ററിൽ ഇരുന്ന് ഞാൻ 2 സിനിമ കാണും. നമുക്കറിയാം നമ്മുടെ റിയാലിറ്റിയുടെ ഭാഗമല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ അയാളെ നിഷേധിച്ച് തള്ളും, അല്ലേ? അപ്പോൾ നമ്മുടെ റിയാലിറ്റി ആയിട്ട് യോജിക്കുന്നതല്ല. അപ്പോൾ ക്വാണ്ടം ഫിസിക്സിലെ ഈ പറഞ്ഞ എന്തൊക്കെ വേവ് നേച്ചർ, സൂപ്പർ പൊസിഷൻ, എൻറ്റാങ്കിൾമെൻറ്റ്, ടണലിംഗ്, ഇതൊന്നും നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാച്ച് ആകുന്ന സങ്കല്പങ്ങളല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് എ റിയാലിറ്റി ആർ വി ലിവിങ് ഇൻ ഇഫ് ക്വാണ്ടം മെക്കാനിക്സ് ഈസ് ട്രൂ? ഇതിനെയാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. യാഥാർത്ഥ്യത്തെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ, അത് നമുക്ക് ഇനിയും പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പൂച്ച ചത്തുപോയോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാത്ത അവസ്ഥ നമ്മൾ നിരീക്ഷിക്കുന്നത് വരെ അത് ചത്തതും ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഹ്യൂ എവററ്റ് എന്ന് പറയുന്ന ഒരാൾ 1957 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ. പുള്ളി പറയുന്നത് നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട, 2 യൂണിവേഴ്സുകളുണ്ട്. അതിൽ ഒരു യൂണിവേഴ്സിൽ പൂച്ച ജീവിച്ചിരിക്കുന്നു, വേറൊരു യൂണിവേഴ്സിൽ പൂച്ച ചത്തുപോയി. ഓക്കെ, നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പം നിങ്ങൾ ഏത് യൂണിവേഴ്സിലാണോ ഉള്ളത് അത് കാണും. പുള്ളി ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന സൊല്യൂഷനാണ്, അത് 100 പ്രശ്നം വേറെ ഉണ്ടാകും. അതാണ് നമ്മുടെ പല സൊല്യൂഷൻസിനെയും കുഴപ്പം. ആ ഇൻ്റർപ്രിട്ടേഷൻ ഇപ്പോഴൊരു പ്രശ്നമായിട്ട് മാറുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. കൂടുതൽ താല്പര്യമുള്ളവർക്ക് ആ ഭാഗം കൂടുതൽ വായിച്ചു നോക്കാം. ഇത് ഇത്ര പോലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് വേറെയും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ മാക്രോസ്കോപ്പിക് ലെവലിലേക്ക് വരുമ്പം ക്വാണ്ടം പ്രതിഭാസങ്ങളെല്ലാം ഇല്ലാതായി പോകും എന്നതിൻ്റെ അർത്ഥം ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ചെയ്യുന്ന ഫാൻസി പസിൽസ് ആണ് എന്നുള്ളതല്ല. ദേ ഹാവ് വെരി മച്ച് came to the form of technologies that we regularly use. നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഇലക്ട്രോണിക് ടെക്നോളജി എടുത്തു കഴിഞ്ഞാലും ഇലക്ട്രോണിക്സ് എന്ന് വർക്ക് ചെയ്യുന്നത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യുന്നത്. സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് വാൾവുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. അതായത്
തെർമിയോണിക് എമിഷൻ എന്ന് പറയുന്ന മെറ്റൽസിനെ ചൂടാക്കി ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് മുകളിലേക്ക് കൊണ്ടെത്തിച്ചാൽ മാത്രം ഇലക്ട്രോൺസ് മെറ്റൽസിൽ നിന്നും പുറത്തേക്ക് ചാടും. അതിനെ വിളിക്കുന്ന തെർമിയോണിക് എമിഷൻ എന്നാണ്. ആ ഇലക്ട്രോൺസിനെ വെച്ചിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്ന രീതിയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് പഴയ വാൽവ് റേഡിയോകളൊക്കെ ഇവിടെ ഇരിക്കുന്ന ആരും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ മ്യൂസിയം പീസായിട്ട് കണ്ടിട്ടുണ്ട്, അല്ലാതെ അത് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ആരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വാൽവ് റേഡിയോ സ്വിച്ച് ഓൺ ചെയ്താൽ കുറച്ച് കഴിഞ്ഞിട്ടേ ഓണാവും. കാരണം തെർമിയോണിക് എമിഷനാണ്, ചൂടായി വരണം ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷെ അതെല്ലാം വലിയ സംഗതികളാണ്, ഹ്യൂജ്. ആ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്, വാൽവ് വെച്ചിട്ട് ഒരു വലിയ റൂമായിരിക്കും സർക്യൂട്ട്. അതെല്ലാം കൂടെ ചിലപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു നഖത്തിൻ്റെ സൈസുള്ള ഒരു ചിപ്പിലേക്ക് മാറും. മിനിയേച്ചറൈസ് ചെയ്യാൻ പറ്റുന്ന ആ ടെക്നോളജി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്ന മെറ്റീരിയൽസിനെ കൈകാര്യം ചെയ്യാൻ അറിയണം. സെമി കണ്ടക്ടേഴ്സിനെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സ് അറിഞ്ഞേ പറ്റും. ക്വാണ്ടം മെക്കാനിക്സ് അറിഞ്ഞിടാന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ഇലക്ട്രോണിക്സ്. ഒരു ടെക്നോളജി നമ്മൾ പിന്നെ ഇലക്ട്രോണിക്സ് ഇല്ലെങ്കിൽ ബാക്കി പറയേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരു പെൻഡ്രൈവിലേക്ക് ഡേറ്റ കോപ്പി ചെയ്യാണ്, ഒരു സിനിമയോ പാട്ടോ എന്തോ ആയിക്കൊള്ളട്ടെ, പെൻഡ്രൈവിനകത്തേക്ക് ഫ്ലാഷ് ഡ്രൈവ് എന്നാണ് എന്നെ വിളിക്കുന്നത്. അതിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിന് ക്വാണ്ടം ടണൽ ചെയ്യാൻ പറ്റണം. സാധാരണ അതിലിരിക്കാൻ പറ്റാത്ത പൊട്ടൻഷ്യലിലൂടെ അപ്പുറത്ത് ചാടാൻ മീൻസ് തുരന്ന് കയറുകയല്ല, അപ്പുറത്തങ്ങ് പോകണം. ക്വാണ്ടം ടണലിങ് ശരിക്കും നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെൻഡ്രൈവിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഒക്കെ സ്പിൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് MRI സ്കാൻ ചെയ്യാൻ പറ്റൂ. ഇന്ന് നമ്മുടെ പല മോഡേൺ ഡയഗ്നോസിസും രോഗ ചികിത്സയും നടക്കണമെന്നുണ്ടെങ്കിൽ MRI സ്കാൻ വേണം. ഞാൻ ചില എക്സാമ്പിൾസ് മാത്രം പറഞ്ഞ്, ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചു പോകുന്ന പസിൽസ് വെറുതെ ഫിസിസിസ്റ്റുമാർക്ക് തലയ്ക്ക് ഓളം ആയതുകൊണ്ട് കാണിച്ചു വെക്കുന്ന ചില പിള്ളേരൊക്കെ പറഞ്ഞാൽ തൃശൂലം വരച്ചു വെക്കുവാണ് പുസ്തകത്തിൽ. അതായത് ക്വാണ്ടം മെക്കാനിക്സ് സൈ എന്ന് പറഞ്ഞൊരു സിമ്പിളുണ്ട്, അതാണ് വേവ് ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ശൂല സാറേ ഈ ശൂലം ഞാൻ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിനെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ സാറിന് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് അസൈൻമെൻറ്റ് തരുന്നു, പ്രോബ്ലം ഇടുന്നു. അല്ല, നമുക്കറിഞ്ഞൂടാ ഓക്കെ, പക്ഷെ ആർക്കും അറിഞ്ഞൂടെങ്കിൽ ഈ ടെക്നോളജി ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ടെക്നോളജികളിലും ആൾറെഡി നമ്മൾ വിചിത്രം എന്ന് വിളിക്കുന്ന ക്വാണ്ടം പ്രതിഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തൊട്ട് മുമ്പത്തെ ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് കൊടുത്തേക്കുന്നത് ഈ ക്വാണ്ടം പ്രതിഭാസങ്ങൾ മാക്രോസ്കോപ്പിക് ലെവലിൽ നടക്കുമെന്ന് പ്രൂവ് ചെയ്തതിനാണ്. ഇന്ന് നമ്മൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ലെവലാണ്, അത് നെക്സ്റ്റ് ലെവലാണ്, ഫ്യൂച്ചറാണ്. നമ്മൾ ഇലക്ട്രോണിക്സിലൂടെ സാധ്യമാക്കിയിരിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ആയിരക്കണക്കിന് മടങ്ങ് വേഗത്തിൽ പ്രവർത്തിക്കുന്ന ക്വാണ്ടം കമ്പ്യൂട്ടറുകളിലേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സൂപ്പർ പൊസിഷൻ ഇല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇല്ല. കാരണം സാധാരണ കമ്പ്യൂട്ടറുകൾ വർക്ക് ചെയ്യുന്നത് 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന രണ്ടവസ്ഥകളിൽ ഇരിക്കാൻ കഴിയുന്ന സർക്യൂട്ടുകളെ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സുകൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഈ രണ്ടിലും കൂടെ ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന അവസ്ഥകൾ, അതാണ് ക്വാണ്ടം ബിറ്റ് എന്ന് വിളിക്കുന്നത്. മറ്റത് വെറും ബിറ്റ്. നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ, കിലോ ബിറ്റ് പെർ സെക്കൻഡ് പറയാൻ പറ്റുന്നത്. നമ്മൾ പൊതുവിൽ ബൈറ്റിലാണ് പറയാറ്. നമ്മുടെ ഫോൺ വെച്ച് നമ്മൾ നെറ്റിൻ്റെ സ്പീഡ് അളക്കുമ്പോൾ ബൈറ്റിലാണ് അളക്കുന്നത്, കമ്പനി പറയുന്നത് ബിറ്റിലാണ്. ശ്രദ്ധിച്ചാൽ മതി. MBPS എന്ന് കമ്പനിയുടെ പരസ്യത്തിൽ നോക്കുമ്പോൾ ചെറിയ ബി ആയിരിക്കും, MBPS. നിങ്ങളുടെ ഫോൺ വെച്ച് സ്പീഡ് മെഷർ ചെയ്ത് MBPS ആയിരിക്കും. 8 ബിറ്റാണ് ഒരു ബൈറ്റ്. അപ്പോൾ കമ്പനിക്ക് വലിയ നമ്പർ പറയണമെങ്കിൽ ബിറ്റിൽ പറയണോ ബൈറ്റിൽ പറയണം? ഒരു ബിറ്റിൽ പറയും. നമ്മൾ അളക്കുമ്പോൾ അതിന് 8 വരൂ. തർക്കിക്കാൻ പോയി പറയും നമ്മൾ പറഞ്ഞ സ്പീഡ് തന്നെയാണ് സാർ മെഷർ ചെയ്തിരിക്കുന്നത്, സാറിൻ്റെ ഫോൺ മെഷർ ചെയ്യുന്നത് ബൈറ്റിലാണ്, ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ബിറ്റിലാണ്. ഓക്കെ, ആ ബിറ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് വരുമ്പോൾ അത് ക്വാണ്ടം ബിറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂബിറ്റ് ആയിട്ട്. അപ്പോൾ ഈ ബിറ്റിന് 1 അല്ലെങ്കിൽ 0, ക്യൂബിറ്റിന് 1ഉം 0യും ഒരുമിച്ച് സാധ്യമാകും. അതുകൊണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് കുറച്ചുകൂടി പുതിയ ഡയമെൻഷൻസിലേക്ക് പോകാനുള്ള സാധ്യത വരും. അപ്പോൾ ക്വാണ്ടം ഇൻഫർമേഷൻ തിയറി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒക്കെ അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഏറ്റവും ഹോട്ടായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഏരിയകളായിട്ട് മാറുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതേ ഉള്ളൂ. ദർ ഇസ് നോ മിസ്റ്ററി ഇൻ ഇറ്റ്. ഒറ്റ ഇഷ്യൂ ഉള്ളൂ, ദ വേൾഡ് ഈസ് ബേസിക്കലി മെയ്ഡ് ഓഫ് പോസിബിലിറ്റീസ്. നമ്മുടെ ബ്രെയിനിൻ്റെ വയറിങ്, നമ്മുടെ തോട്ടിൻ്റെ വയറിങ് മാറ്റേണ്ടിയിരിക്കും. നമ്മളെല്ലാം ലോകത്തെ വസ്തുക്കളുടെ ടേംസിലാണ് കാണുന്നത്. തിങ്സ്, ഇത് അവിടെ ഉണ്ട്, അത് അവിടെ ഇല്ല, ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് മാറ്റിയിട്ട് കാണാനുള്ള പോസിബിലിറ്റിയെക്കുറിച്ച്, പ്രോബബിലിറ്റിയെക്കുറിച്ച് മാത്രമാണ് ഇന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. അതാണ് ക്വാണ്ടം ഫിസിക്സ് നമുക്ക് തരുന്ന റിയാലിറ്റിയെക്കുറിച്ചിട്ടുള്ള ചിത്രം. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം എനിക്കറിയാമെങ്കിൽ പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇത് സേഫായിട്ട് പറയാൻ കഴിയുന്നത് നീൽസ് ബോറിൻ്റെയും റിച്ചർഡ് ഫൈൻമാൻ, ഈ രണ്ട് ക്വാണ്ടം ഫിസിക്സിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള 2 ശാസ്ത്രജ്ഞരാണ്. രണ്ടുപേരുടെയും കോട്ട്സ് പറഞ്ഞ് അവസാനിപ്പിക്കുക. നീൽസ് ബോറിൻ്റെ കോട്ട് ഇതാണ്: ഇഫ് യു ആർ നോട്ട് ഷോക്ക്ഡ് ബൈ ക്വാണ്ടം ഫിസിക്സ്,
യു ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ഇറ്റ്. ക്വാണ്ടം ഫിസിക്സ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഷോക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എവിടെയെങ്കിലും ക്വാണ്ടം ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ പഠിക്കാനുണ്ടായിരുന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഷോക്ക് ആയോ ഇല്ലയോ നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു. 2, റിച്ചർഡ് ഫൈൻമാൻ്റെ കോട്ട്: "No one understands quantum mechanics. All that we know is that it works." ക്വാണ്ടം മെക്കാനിക്സ് ആർക്കും മനസ്സിലായിട്ടില്ല, പക്ഷെ അത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിനകത്തുള്ള തിയറികളും ഇക്വേഷൻസും എല്ലാം കട്ടുകിട്ട കൃത്യമായിട്ട് പ്രവർത്തിക്കും, നമുക്കത് കണ്ടു ബോധ്യപ്പെടാം. പക്ഷേ അത് വെച്ചിട്ട് ശരിക്കും അപ്പോൾ ഈ ലോകം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ആ കോൺഫിഡൻസിൽ മാത്രമാണ് ഞാൻ ഈ പ്രഭാഷണത്തിലേക്ക് കയറിയത്. No one understands quantum mechanics. Okay, so thank you for your listening. I'm open for questions. സാധാരണ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ബിറ്റ് എന്ന് പറയുന്നത് അത് ബൈനറി ഡിജിറ്റ് എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് ബിറ്റ്. നമുക്കറിയാവുന്ന ബിറ്റ്സ് 0 to 9 ആണ്. ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 0 to 9 ആണ്. പക്ഷേ അതിൽ 2 ഡിജിറ്റ് മാത്രം ഉപയോഗിക്കുന്നു, ബൈനറി ഡിജിറ്റ്. അപ്പോൾ അത് ഇറ്റ് ഇസ് ഐദർ 0 or 1. ഇതാണ് എപ്പോഴും ഇലക്ട്രോണിക്സിലെ ഒരു ബിറ്റിൻ്റെ അവസ്ഥ. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിൽ ഈ പൂച്ച ഐദർ ഡെഡ് ഓർ എലൈവ് എന്ന് പറയുന്ന പോലെ ക്വാണ്ടം ഫിസിക്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഇറ്റ് ഈസ് ബോത്ത് ഡെഡ് ആൻഡ് എലൈവ്, സൂപ്പർ പോസിഷൻ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഡെഡ് ആൻഡ് ബീയിങ് എലൈവ്. അതുപോലെ ക്വാണ്ടം ബിറ്റുകൾക്ക് സൂപ്പർ പോസിഷൻ വഴി 0യും 1ഉം ഒരുമിച്ച് സാധ്യമാകും. അപ്പോൾ അതുവഴി നമുക്ക് കമ്പ്യൂട്ടിംഗ് സ്പീഡും അത് ഡീൽ ചെയ്യുന്നതിനുള്ള തിയറട്ടിക്കൽ പോസിബിലിറ്റീസും ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ആകും. ഇത് സൂപ്പർ പോസിഷൻ ആണ് അതിൻ്റെ ബേസ് എന്നുള്ളതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നറിയില്ല. അറ്റ് ദ ക്രക്സ് ഇറ്റ് ക്യാൻ ബി ബോത്ത് 0 and 1 അറ്റ് ദ സെയിം ടൈം. കൺവെൻഷണൽ ഇലക്ട്രോണിക്സിൽ ഇറ്റ് ഈസ് ഐദർ 0 or 1. അതാണ് വ്യത്യാസം. സാറ്റിസ്ഫൈഡ് ആവില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ഇത്രേ പറയാൻ പറ്റും.